എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്കൊരു കാഴ്ച കാണാം. എന്താ സംഭവം എന്നറിയോ? ഈ പുറമ്പോക്ക് ഭൂമികളൊക്കെ കയ്യേറിയിരിക്കുന്നൊരവസ്ഥ മനസ്സിലായിണ്ട? പുറമ്പോക്ക് ഭൂമികൾ, റോഡുകൾ തുടങ്ങിയ കയ്യേറി വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന വ്യാപാരം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ നേർക്ക് ഒരു ചെറുവിരൽ അനക്കാൻ പോലും ചാലക്കുടിയിലെ ഒരു ഭരണാധികാരിക്കും കനം ഇല്ല. എന്നാൽ കനമുണ്ട് എവിടെയെന്നറിയോ? ഈ പാവപ്പെട്ട ആളുകൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ അവരുടെയൊക്കെ വീടുകളിലെ കൊച്ചുമക്കളുടെ മുന്നിൽ വെച്ച് വീട് JCB കൊണ്ട് തുരന്ന് മാറ്റി അവിടെ വികസനത്തിൻ്റെ വലിയ വാതായനങ്ങൾ തുറക്കാൻ എന്തൊരു ത്വരയാണെന്നറിയോ? ഒരു 2-3 വർഷം മുൻപ് ചാലക്കുടി പള്ളിയുടെ തൊട്ടടുത്ത് അവിടെ താമസിച്ചിരുന്ന ഒരു കുടുംബത്തെ അവിടെ നിന്നും ആ കുട്ടികൾ സ്കൂളിൽ പോയിരിക്കുന്ന സമയം നോക്കി JCB കൊണ്ടുവന്ന് ആ വീട് അപ്പാടെ അടിത്തറയോടെ ഇളക്കി പറിച്ച് മാറ്റാൻ ഈ ചാലക്കുടിയിലെ എല്ലാ ഭരണാധികാരികളും ഒറ്റക്കെട്ടായിരുന്നു. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്ന സംഭവം എവിടെയെന്നറിയോ? എടശ്ശേരി സൂപ്പർ മാർക്കറ്റില്ലേ? ആ എടശ്ശേരി സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. കനാൽമൊക്കോടെ ഒരു റോഡ്, ഇറിഗേഷൻ കനാലാണ്. ആ ഇറിഗേഷൻ കനാലിൻ്റെ സൈഡ് നിങ്ങൾ നോക്കിയാൽ എന്താണ് സംഭവം? ഇറിഗേഷൻ കനാലിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ പുറമ്പോക്കായിരിക്കും. നഗ്നമായ ലംഘനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതു മുതൽ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇവിടെ ഇതുപോലെ ഈ സ്ഥാപനങ്ങൾ നീട്ടാൻ പറ്റുന്നത്? രാത്രി സമയങ്ങളിൽ ഇരുന്ന് ഇവിടെ ഇതുപോലെ വർക്കുകൾ ചെയ്യണം. ഇത് ആരും കാണുന്നില്ലേ? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ കാണുന്നില്ലേ? ഉദ്യോഗസ്ഥന്മാർ കാണുന്നില്ല? ഇത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അവർ ഏത് മേപ്പട്ടൊക്കെയാണ് നോക്കി കുത്തിരിക്കുന്നത്? ഇനി ഈ ചാലക്കുടിയിലെ ഭരണാധികാരികളില്ലേ, ഈ ചാലക്കുടി നഗരസഭയെ നയിക്കുന്നവരില്ലേ, അവരിത് കാണുന്നില്ലേ സംഭവം? അവരുടെ പോരായ്മകൾ പറയാനും മനസ്സിലാക്കാനും തിരുത്താനും വേണ്ടി നിലകൊള്ളേണ്ട ചാലക്കുടി നഗരസഭയിലെ പ്രതിപക്ഷമില്ലേ? പരിണിതപ്രജ്ഞരായ പ്രതിപക്ഷാംഗങ്ങളുണ്ടായില്ലേ? അവരെന്തിട്ട് തേങ്ങ നോക്കിയിരിക്കണേ? ഒരൊറ്റ ആൾ പോലും ചെയ്യുന്നില്ല. ചാലക്കുടി പട്ടണത്തിൻ്റെ കണ്ണായ സ്ഥലത്ത് നടക്കുന്ന ഒരു കയ്യേറ്റമാണ്. ഇവിടെ മാത്രമല്ല കേട്ടത്, പല സ്ഥലങ്ങളിലും കയ്യേറിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും. അതാണ് ഞാൻ പറഞ്ഞത്, കനമുണ്ട്. എവിടെയെന്നറിയോ? ഈ പാവപ്പെട്ട ആളുകളുടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവരുടെയൊക്കെ വീടിൻ്റെ മുന്നിലേക്ക് JCB കൊണ്ടുവന്ന് പൊളിക്കാനും അത് പിഴുതുമാറ്റാനും അവരുടെ കറണ്ട് വിച്ഛേദിക്കാനും ഇങ്ങനെയുള്ള വിനോദങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ എല്ലാ ഭരണാധികാരികളും ഉണ്ട് കേട്ടോ. ഇതിനെതിരെയൊക്കെ ആർജവമുണ്ടെങ്കിൽ തീരുമാനമെടുക്കുക. ചാലക്കുടി പട്ടണത്തിൻ്റെ പള്ളി സ്റ്റോപ്പിനോട് ചേർന്നുള്ള ഭാഗത്ത് ഇറിഗേഷൻ കനാലിൻ്റെ സൈഡിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഞാൻ കുറേ നാളെ ഇത് വീക്ഷിക്കണേ. ഇതിങ്ങനെ ഓരോ രാത്രി കഴിയുമ്പോഴും ഇങ്ങനെ ഓരോ കമ്പികളും സൈഡുകളിലൊക്കെ പൊന്തി വെൽഡിങ്ങോ പരിപാടി എടുക്കും. രാത്രി സമയങ്ങളാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത്. ഇതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കണം. നഗരസഭാ അധികാരികൾക്കേക്കാൾ മുൻപ് ഇത് ഇടപെടൽ നടത്തേണ്ടത് ചാലക്കുടിയിലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർ ഒരു സംഗതി ചെയ്യണം കേട്ടോ. പരാതി കൊടുത്തിട്ടും അവർ മിണ്ടാണ്ട് ഈ സാധനം നിൽക്കണം. ഇതിൽ ഒരു ചാലക്കുടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഈ കാഴ്ചകളെ അങ്ങനെ അങ്ങോട്ട് മൂടി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആർജവത്തുള്ള ഏതെങ്കിലും ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ ഈ വിഷയം കൃത്യമായി ഇതിൽ ഇടപെടണമെന്ന് മാത്രം പറയുകയാണ്. പാവപ്പെട്ടവരുടെ വീടിൻ്റെ മുകളിൽ മാത്രം തുറക്കാനുള്ളതല്ലല്ലോ JCB. അത് വെച്ച് ഇങ്ങനെയുള്ള സംഗതികളും തുറക്കാൻ പറ്റും. നിങ്ങൾ ആർജവം ഉണ്ടെങ്കിൽ കാണിക്കുക. ആർജവം ഉണ്ടെങ്കിൽ. നന്ദി, നമസ്കാരം.